ഇപ്പോൾ ഈ നിമിഷം പോലും നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുന്നുണ്ടാവും. അവരുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. പക്ഷേ ഈ കാത്തിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ വെറുതെ പറ്റുകയാണ്. ഇതാണ് യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ് എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ടാവും. പക്ഷേ സത്യം അതല്ല. ഇതൊരു അഡിക്ഷനാണ്, ലഹരി മാത്രമാണ്. ഇതിൽ നിന്ന് എങ്ങനെ കൃത്യമായിട്ട് പുറത്ത് കിടക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. നിങ്ങളുണ്ടല്ലോ, ശരിക്കും പ്രണയത്തിലൊന്നുമല്ല. നിങ്ങളെ ഇതിൽ തന്നെ തളച്ചിടാൻ വേണ്ടി നിങ്ങളുടെ തലച്ചോറ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കെമിക്കൽ ലഹരിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ശാസ്ത്രത്തിൽ ഇതിനെ ലിമറൻസ് എന്ന് വിളിക്കും. ഇത് ഡോപ്പമിൻ എന്ന ഹോർമോൺ നിങ്ങളുടെ തലച്ചോറ് നിയന്ത്രിക്കുമുണ്ടാകുന്ന ഒരുതരം അന്ധമായ അഡിക്ഷനാണ്. കണ്ട ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധം പോലൊക്കെ തോന്നും. പക്ഷേ സത്യത്തിൽ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുന്ന ഒരു വലിയ കെണിയാണിത്, ട്രാപ്പാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, ഭ്രാന്ത് പിടിച്ച പോലെ എപ്പോഴും ഫോൺ എടുത്ത് നോക്കുന്നു, പഴയ ചാറ്റുകളും വർത്തമാനങ്ങളൊക്കെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ച് നോക്കുന്നു, ഭാവിയിൽ അവർക്കൊപ്പം ജീവിക്കുന്ന കാര്യങ്ങൾ വെറുതെ സങ്കല്പിച്ച് കൂട്ടുന്നു, അവർക്കൊപ്പമുള്ള സെക്ഷൽ ഫാൻറ്റസീസ് വരെ നിങ്ങളുടെ മനസ്സിൽ വരുന്നു. അവരുടെ ഭാഗത്തുള്ള വലിയ തെറ്റുകൾ കണ്ടാൽ പോലും നിങ്ങൾക്കത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിക്കുന്നു. ഇത് പ്രണയമല്ല, ഇതൊരു കടുത്ത അഡിക്ഷനാണ്. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുന്ന ഒരാൾ അടുത്ത പ്രാവശ്യം തനിക്ക് തന്നെ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ തന്നെ ഭാഗ്യം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന പോലെയാണ് നിങ്ങൾ. ഒരിക്കലും തൃപ്തി വരാത്ത ഒരുതരം ലഹരിക്ക് പുറകെയാണ് നിങ്ങളുടെ തലച്ചോറ് ഇപ്പോൾ ഓടുന്നത്. ഇതിലേറ്റവും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ചിന്താക്കുഴപ്പമാണെന്ന് അല്ലെങ്കിൽ കൺഫ്യൂഷനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായാൽ പോലും നിങ്ങൾക്കിത് നിർത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ തലച്ചോറ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കെമിക്കലുകളുടെ കൺട്രോളിലാണ്, നിയന്ത്രണത്തിലാണ്. അവരുടെ മെസ്സേജ് വരാതിരിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ആ ഒരു വലിഞ്ഞു മുറുകലും ശൂന്യതയൊക്കെ ഇല്ലേ, അത് വെറും തോന്നലല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ കെമിക്കലുകൾ ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. പക്ഷേ ഇതിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളുടെ തലച്ചോറാണ് ഈ കെണി ഉണ്ടാക്കിയതെങ്കിൽ ഇതിനെ പൂട്ട് പൊളിച്ച് പുറത്ത് കിടക്കാനുള്ള വഴിയും നിങ്ങളുടെ തലച്ചോറ് തന്നെ കണ്ടെത്താനാകും. അതെങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ തലച്ചോറുണ്ടല്ലോ, സത്യം എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അതിന് ഡോപ്പമിൻ മാത്രം കിട്ടിയാൽ മതി. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് മനുഷ്യനെ ഒരു കാര്യത്തിന് അടിമയാക്കുന്ന ഒരു ടൈപ്പ് കെമിക്കലാണ്. ഈ ചൂതാട്ടവും സോഷ്യൽ മീഡിയയും ഈ ലഹരി മരുന്നുകളൊക്കെ ആളുകളെ അടിമയാക്കുന്നത് ഇതേ സാധനം കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥയും. ഈ ഒരു ചിന്ത നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിന് വാരിക്കോരി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നു, ഉടനെ തലച്ചോറിൽ ഡോപ്പമിൻ കൂടുന്നു, നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നുന്നു. അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നു, ഡോപ്പമിൻ വീണ്ടും കുതിച്ചുയരുന്നു, നിങ്ങളുടെ നെർവസ് സിസ്റ്റം ആകെ ആക്റ്റീവ് ആവുന്നു. പെട്ടെന്നാണ് അവർ അപ്രത്യക്ഷമാകുന്നത്, ഒരു വിവരവുമില്ല, ടോട്ടൽ സൈലൻസ്. അതോടെ നിങ്ങളുടെ ഡോപ്പമിൻ ലെവൽ ഒറ്റയടിക്ക് താഴേക്ക് പതിക്കുന്നു. ഇതോടെ അടുത്ത തവണ ഈ സന്തോഷം എപ്പോൾ കിട്ടുമെന്ന് ഓർത്ത് നിങ്ങളാകെ അസ്വസ്ഥരാകും. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് നോക്കും, ഓരോ 30 സെക്കൻഡിലും ഫോൺ അൺലോക്ക് ചെയ്ത് നോക്കും, പഴയ മെസ്സേജുകൾ ഇരുന്ന് വീണ്ടും വീണ്ടും വായിക്കും. അവർക്ക് അയക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെസ്സേജ് അല്ലെങ്കിൽ റിപ്ലൈ എന്താണെന്ന് ആലോചിച്ച് കൂട്ടും. ശാസ്ത്രത്തിൽ ഇതിനെ ഇൻ്റർമിറ്റൻറ്റ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വിളിക്കും. നിങ്ങളുടെ തലച്ചോറിനെ ഏറ്റവും വേഗത്തിൽ അടിമയാക്കാൻ പറ്റിയ ഒരു റിവാർഡ് പാറ്റേൺ ആണിത്. ഈ ചൂതാട്ട കേന്ദ്രങ്ങളിലൊക്കെ സ്ലോട്ട് മെഷീനുകളുടെ വീഡിയോസ് കണ്ടിട്ടില്ല നിങ്ങൾ? അത് ആളുകൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതിന് അല്ലെങ്കിൽ അതിന് അഡിക്ഷൻ ആവുന്നതിന് പിന്നിലും ഇതേ കാരണമുള്ളത്. നിങ്ങൾ ആ മെഷീൻ്റെ ലിവർ പിടിച്ച് വലിക്കുന്നു. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ആ ജയവും തോൽവിയും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. ആ ഒരു അനിശ്ചിതത്വമാണ് ഇതിനെ ഒരു ലഹരിയാക്കി മാറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് അവരുടെ കാര്യവും. അവർ ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ പെരുമാറും, ചിലപ്പോൾ യാതൊരു താല്പര്യവും കാണിക്കില്ല. ഈ ഒരു മാറ്റമാണ് നിങ്ങളുടെ തലച്ചോറിനെ അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. പക്ഷെ മിക്ക ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ തലച്ചോറിന് അവരോട് ശരിക്കുള്ളൊരു താല്പര്യമില്ല. അവർ തരുന്ന ഒരു ഡോപ്പമിൻ ലഹരിയോട് മാത്രമാണ് തലച്ചോറിന് പ്രണയം. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ വെറുതെ സങ്കല്പിച്ച് കൂട്ടിയിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഈ ജീവനായി കൊണ്ടു നടക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ല. അതൊരു വെറും തോന്നൽ മാത്രമാണ്, ഒരു നിഴൽ മാത്രമാണ്. നിങ്ങളുടെ തലച്ചോറുണ്ടാക്കിയെടുത്ത ഒരു കഥ. നിങ്ങളിപ്പോൾ ആ ഒരു നിഴലിന് പുറകെയാണ് ഓടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ തലച്ചോറിൽ ചില തെറ്റായ ചിന്തകൾ, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയും, ഉണ്ടാക്കി നിങ്ങൾ ആ കെണിയിൽ തന്നെ പൂട്ടിയിടുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ മടുപ്പിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നു. അവർക്ക് നിങ്ങളോട് വൈകാരികമായി യാതൊരു അടുപ്പവുമില്ല, മെസ്സേജിന് മറുപടി തരുന്നില്ല, പെരുമാറ്റത്തിൽ ഒരു സ്ഥിരതയുമില്ല. ഇതൊക്കെ കൺമുന്നിൽ കണ്ടിട്ടും നേരിട്ട് അനുഭവിച്ചിട്ടും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് ഇങ്ങനെ പറയും, ഞാൻ ഒരു വെറുതെ തെറ്റിദ്ധരിച്ചാവും, ഒരു പാവാണെന്നേ, പക്ഷെ മനസ്സിലാക്കുക കുറച്ച് പാടാണെന്നുള്ളൂ. ഞാൻ ശ്രമിച്ചതൊക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും.
അങ്ങനെ മുന്നിലുള്ള തെളിവുകളെല്ലാം നിങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുന്നു. കഥകൾ നിങ്ങൾ സ്വന്തമായിട്ട് മാറ്റി എഴുതുന്നു. സത്യത്തിൽ ഇല്ലാത്തൊരു പെർഫെക്റ്റ് രൂപം വരെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൽ ഏറ്റവും കഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊന്നും സത്യമല്ലെന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും ഇത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ സ്വയം പറയും, അവരുടെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കണം, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒന്ന് നോക്കണം, അവർ ഓൺലൈനിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, അയക്കാൻ പറ്റിയൊരു അടിപൊളി മെസ്സേജ് റെഡിയാക്കണം. ഓരോ തവണ നിങ്ങളിത് ചെയ്യുമ്പോഴും നിങ്ങളുടെ തലച്ചോറിലേക്ക് ആ ലഹരി വീണ്ടും എത്തിച്ചേരുകയാണ്. ഡോപ്പമിൻ വീണ്ടും കുതിച്ചുയരും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിന്ന് പിന്മാറാൻ നോക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ അനുഭവപ്പെടുന്ന ആ ഒരു വലിഞ്ഞ മുറുക്കവും മനസ്സിൻ്റെ ആ ഒരു പരിഭ്രാന്തിയും നിർത്താതെ വരുന്ന ചിന്തകളൊക്കെ റിയലാണ്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം മൊത്തത്തിൽ കെമിക്കലുകൾക്ക് അടിമപ്പെട്ടു പോയതുകൊണ്ട് അത് തരുന്ന ലക്ഷണങ്ങളാണിത്. നിങ്ങളൊന്നിനും കൊള്ളാത്തവരോ അല്ലെങ്കിൽ വീക്ക് ആയതുകൊണ്ടൊന്നല്ലത്. നിങ്ങളുടെ തലച്ചോറ് ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയതാണ്, അത്രമാത്രം. പക്ഷേ ഏതൊരു അഡിക്ഷനും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് 3 സിമ്പിളായ സ്റ്റെപ്പുകളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സ്റ്റെപ്പ് കേൾക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ഈസി ആവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, മുന്നിലുള്ള ആ കയ്പുള്ള സത്യങ്ങൾ, അവരെക്കുറിച്ചുള്ള സത്യങ്ങൾ അതേപടി ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അവരെക്കുറിച്ച് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള തികച്ചും യാഥാർത്ഥ്യമായ കാര്യങ്ങൾ മാത്രം അത് എഴുതി വയ്ക്കുക. അവരെത്ര തവണ നിങ്ങളുടെ മെസ്സേജുകൾക്ക് കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിക്കും എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് അടിച്ച അപകട സൂചനകൾ, റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വലിയ ശൂന്യതയെ മറികടക്കാനാണ് നിങ്ങൾ അവരെങ്ങനെ മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്നത്? ഞാൻ ഹാർഡായിട്ടുള്ള സത്യം പറയട്ടെ, നിങ്ങൾക്ക് അവരെക്കുറിച്ച് ശരിക്കും ഒന്നും അറിയില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി പരമാവധി ഒരു 10-50 തവണയൊക്കെ ആവും ആത്മാർത്ഥമായി സംസാരിച്ചിട്ടുണ്ടാവുക. ഒരുമിച്ച് ചിലവഴിച്ചത് ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമായിരിക്കും. പക്ഷേ നിങ്ങളുടെ തലച്ചോറ് കിട്ടിയ കുറച്ച് പേരുകൾ മാത്രം വെച്ച് അവർ ഭൂമിയിൽ ഏറ്റവും പെർഫെക്റ്റ് മനുഷ്യനാണെന്ന് മനസ്സങ്ങോട്ട് തീരുമാനിച്ചു. നിങ്ങളുടെ തലച്ചോറ് കെട്ടിച്ചമച്ച മനോഹരമായ കഥയുണ്ടല്ലോ, അത് വെറും കള്ളാണ്. ഈ ഒരു രീതി വർക്ക് ചെയ്യാൻ കാരണം ഇതോടെ നിങ്ങൾ അവർക്ക് മനസ്സിൽ കൊടുത്ത ഒരു വലിയ സ്ഥാനം ഇല്ലാതാകും എന്നതാണ്. നിങ്ങൾ വെറും സങ്കല്പങ്ങളിലേക്ക് നോക്കാതെ കൃത്യമായ തെളിവുകളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും നോക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ പ്രതിഷ്ഠിച്ച ആ ഒരു വലിയ പീഡുണ്ടല്ലോ, അത് തകർന്നു വീഴും. അവർ വെറും ഒരു സാധാരണ മനുഷ്യനാണ്, തെറ്റുകളും കുറവുകളുമുള്ള സ്ഥിരതയില്ലാത്ത ഒരു സാധാരണ വ്യക്തി. അല്ലാതെ നിങ്ങളുടെ ജീവൻ്റെ പകുതിയോ അല്ലെങ്കിൽ നിങ്ങൾക്കായി മാത്രം ജനിച്ച ആളോ ഒന്നുമല്ല. നിങ്ങളുടെ തലച്ചോറിലെ ഡോപ്പമിൻ സിസ്റ്റത്തെ ഉണർത്തിയ ഒരു വ്യക്തി, അത്രമാത്രം. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അവർ യഥാർത്ഥത്തിൽ ആരാണെന്നതിനെക്കുറിച്ചും നിങ്ങൾ അവരെ ആരായിട്ടാണ് ഭാവനയിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതിനെക്കുറിച്ചുമുള്ള ഒരു കടുത്ത ആത്മപരിശോധന. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിങ്ങളുടെ ഈ അഡിക്ഷന് തീറ്റ കൊടുക്കുന്നതെന്ന് നിർത്തുക. നിങ്ങളുടെ തലച്ചോറിന് ഇപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഡോപ്പമിൻ ലഹരി കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ? അവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒളിഞ്ഞു നോക്കുമ്പോൾ, പഴയ മെസ്സേജുകളിരുന്ന് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ, അവർ പുതിയതായിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പഴയ വർത്തമാനങ്ങൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുമ്പോൾ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വെറുതെ സങ്കല്പിച്ച് കൂട്ടുമ്പോൾ, ഇതൊക്കെ നിങ്ങളങ്ങ് നിർത്തണം. പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് അവസാനിപ്പിക്കണം. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്. നിങ്ങൾ നിർത്താൻ നോക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലേക്ക് വല്ലാത്ത ചിന്തകൾ കടന്നു വരും. അവരുടെ സ്റ്റോറി എടുത്തു നോക്കിയാലോ, ചിലപ്പോൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവോ, അവരിപ്പോൾ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവോ എന്നൊക്കെ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. കൃത്യം ഈ സമയത്താണ് നമ്മൾ 90 സെക്കൻഡ് റൂൾ ഉപയോഗിക്കേണ്ടത്. ഇത്തരം അനാശ ചിന്തകൾ മനസ്സിലേക്ക് ഇരച്ചു കയറി വരുമ്പോൾ അത് ഉറപ്പായിട്ടും വരും. നിങ്ങൾ അതിനോട് ഗുസ്തി പിടിക്കാൻ നിൽക്കരുത്. ആ ചിന്തകളെ ബലമായി പിടിച്ച് പുറത്താക്കാൻ നോക്കരുത്. പകരം വെറുതെ അതിനെ നിരീക്ഷിക്കുക. ആ ചിന്ത വീണ്ടും വന്നിട്ടുണ്ട്, കുഴപ്പമില്ല, എന്തായാലും ഞാനിപ്പോൾ ഫോൺ എടുക്കാൻ പോകുന്നില്ല, ഞാനത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല, അതങ്ങനെ പോയിക്കോളും. നിങ്ങൾക്ക് വെറും 90 സെക്കൻഡ് സമയം കൊടുക്കുക, അത്രമാത്രം. ആ ഒരു ലഹരിയുടെ വേഗത ആ സെക്കൻഡുകളിൽ അതിൻ്റെ മാക്സിമത്തിലെത്തും. അതിനുശേഷം അത് തനിയെ ശാന്തമാവാൻ തുടങ്ങും. ഓരോ തവണയും അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാനുള്ള ആഗ്രഹം നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ആ അഡിക്ഷന് വീക്കായിക്കൊണ്ടിരിക്കും. ആ ലഹരിക്ക് നിങ്ങളുടെ മേലുള്ള കൺട്രോൾ നഷ്ടപ്പെടും. ഇങ്ങനെ ഒരു 3 ആഴ്ച നിങ്ങൾ അവരുടെ പ്രൊഫൈൽ നോക്കാതിരുന്നാൽ പിന്നീട് ഈ ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മനോധൈര്യം കാണിക്കലല്ല, മറിച്ച് ആ അഡിക്ഷന് കൊടുക്കുന്ന തീറ്റ പൂർണ്ണമായിട്ട് നിർത്തി അതിന് ശക്തി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്ന ഒരു സൂത്രപ്പണിയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നിങ്ങൾ യഥാർത്ഥമായ ആ വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്. ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എനർജിയും ഒക്കെ പാഴായി കളഞ്ഞത് വെറും ഒരു നിഴലിന് പുറകെയായിരുന്നു. സത്യത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാണ് നിങ്ങൾ സമയം കളഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ എനർജി മൊത്തം അവിടെ നിന്ന് തിരിച്ച് വളരെ യഥാർത്ഥമായ മറ്റൊരു കാര്യത്തിലേക്ക് നിക്ഷേപിക്കുകയാണ്. അത് തിരിച്ച് നിങ്ങളുടെ സ്വന്തമായിരിക്കണം. അതെന്തൊക്കെയാകാം?
നിങ്ങളെപ്പോഴോ മടി കാരണം മാറ്റിവെച്ച നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ആവാം. നിങ്ങളുടെ ശരീര സൗന്ദര്യവും ആരോഗ്യം കൂട്ടാനുള്ള ഒരു ഫിറ്റ്നസ് ലക്ഷ്യമാകാം. നിങ്ങൾ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു കരിയർ സ്കില്ലാകാം. അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുക്കാൻ സ്വപ്നം കാണുന്ന ഒരു പുതിയ ബിസിനസ് ആവാം. കൃത്യമായ അച്ചടക്കവും കഠിനമായ ശ്രദ്ധയും ആവശ്യമുള്ള എന്തും ഇതിനായി തിരഞ്ഞെടുക്കാം. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളുടെ സ്വന്തം ആയിരിക്കണം. ഇത് വർക്ക് ചെയ്യാനുള്ള മനഃശാസ്ത്രപരമായ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തലച്ചോറിന് എപ്പോഴും വല്ലാത്തൊരു ഒരു ആവേശം ആവശ്യമാണ്. ഈ അമിതമായ ചിന്തകൾ തലച്ചോറിന് ആ ഒരു ആവേശം കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തലച്ചോറിന് പുതിയൊരു ആവേശം കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ഇത്തവണത്തെ ആവേശം മറ്റൊരാൾ ഇട്ടുതരുന്ന സ്നേഹത്തിൻ്റെ അപകർഷങ്ങൾക്ക് വേണ്ടി യാചിക്കാനല്ല, പകരം നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വവും സാമ്രാജ്യവും കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ എനർജി മറ്റൊരാളേക്ക് കൊടുക്കാതെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിടുമ്പോൾ അവിടെ വലിയൊരു മാജിക് സംഭവിക്കും. നിങ്ങൾക്ക് പിന്നീട് അവരുടെ ഒരു അംഗീകാരം ആവശ്യമില്ലെന്ന് വരും. കാരണം നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ നിന്നും സ്വന്തം വിജയങ്ങളിൽ നിന്നും നിങ്ങളുടെ അച്ചടക്കത്തിൽ നിന്നും നിങ്ങൾക്ക് ആത്മവിശ്വാസം തനിയെ കിട്ടാൻ തുടങ്ങും. ഇങ്ങനെ കുറച്ചാഴ്ചകൾ ആത്മാർത്ഥമായി മുന്നോട്ട് പോയാലോ, അതിനുശേഷം അവർ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ എവിടെയെങ്കിലും വെച്ച് നേരിട്ട് കണ്ടാൽ പോലും അവർക്ക് നിങ്ങളുടെ മേലുണ്ടായിരുന്ന ആ ഒരു കൺട്രോൾ പൂർണ്ണമായും അലിഞ്ഞു പോയിട്ടുണ്ടാകും. കാരണം ഇത്തരം ചിന്താക്കുഴപ്പങ്ങൾക്കൊന്നും തൊടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ശക്തനായ വ്യക്തിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കും. ഒരു വെറും നിത്യാധാരണയ്ക്ക് പുറകെ നടക്കാൻ സമയമില്ലാത്തവണ്ണം സ്വന്തം ജീവിതത്തിൽ അത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. അതാണ് യഥാർത്ഥ ശക്തി, അതാണ് യഥാർത്ഥ സമാധാനം. ഈ 3 സ്റ്റെപ്പുകൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കും. നിങ്ങളുടെ മനസ്സിലെ ആ ഒടുങ്ങാത്ത ചിന്തകളുടെ ബഹളം അതോടെ പൂർണ്ണമായി നിലയ്ക്കും. ഓരോ നിമിഷവും ഫോൺ എടുത്ത് നോക്കാനുള്ള ആ ഒരു വാശി മാറും. മനസ്സിന് ശ്വാസം മുട്ടിക്കുന്ന ചിന്തകൾക്ക് അവിടെ അന്ത്യമാകും. അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു വലിയ ശാന്തത വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടും തിരിച്ചു കണ്ടെത്താൻ തുടങ്ങും. മറ്റൊരാളുടെ അംഗീകാരത്തിന് വേണ്ടി സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കാതെ സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ വീണ്ടും തിരിച്ചറിയും. നിങ്ങളുടെ ശരീരത്തെയും ശ്വാസത്തെയും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെയും നിങ്ങൾക്ക് വീണ്ടും പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. ഇതിലേറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ആത്മാർത്ഥതയും സ്നേഹവും ശരിക്കും അർഹിക്കുന്ന മാന്യനായ ഒരാളെ നിങ്ങൾ ഭാവിയിൽ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളവരെ കണ്ട് വെപ്രാളപ്പെടുന്ന ഒരു അഡിക്ഷൻ അടിമയായ ഒരു വ്യക്തിയായിട്ടായിരിക്കില്ല അവിടെ നിൽക്കുന്നത്. പകരം സ്വന്തം കാലിൽ നിൽക്കുന്ന തികച്ചും ശാന്തനായ ആത്മവിശ്വാസമുള്ള ഒരു വലിയ വ്യക്തിത്വമായിരിക്കും നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ പങ്കാളിയായി കിട്ടുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോടൊരു കാര്യം വെല്ലുവിളിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം നിങ്ങളൊന്ന് തീരുമാനിക്കുക. ഇന്ന് ഒരു കാരണവശാലും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് നോക്കരുത്. അവരുടെ സ്റ്റോറി പോയി നോക്കരുത്. നിങ്ങളുടെ വിരലുകൾ എത്ര തരിച്ചാലും ഒരു മെസ്സേജ് പോലും അയക്കരുത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെറുതെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു വലിയ ആശ്വാസം തൊട്ടറിയുക. ഇങ്ങനെ ഒരൊറ്റ ദിവസം നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അടുത്ത തവണ അത് 2 ദിവസം ആക്കുക, പിന്നീട് ഒരാഴ്ച ആക്കുക. ഈ ഒരു താൽക്കാലിക അഡിക്ഷനേക്കാൾ എത്രയോ ശക്തനാണ് നിങ്ങൾ. ഈ ഭ്രാന്തായ ചിന്തകളേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ് നിങ്ങളുടെ മനോഹരമായ ജീവിതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. എന്നാലേ ഈ വീഡിയോ മറ്റുള്ളവരും കൂടി എത്തൂ. ഈ വീഡിയോ കാണണമെന്ന് നിങ്ങൾ കരുതുന്ന ആ ആളുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.